നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ വരാൻ പോകുന്ന ആഴ്ചയിലെ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ, വിശ്വത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. കാരണം വിശ്വ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ലെന്ന് വീട്ടിലുള്ള എല്ലാവരും വിശ്വസിച്ചു. ശ്രീജയാണ് വല്ലാത്തൊരു കരച്ചിലോട് കരച്ചത് തന്നെയായിരുന്നു. ആ സമയത്ത് നന്ദിനി പറഞ്ഞു, ചിലപ്പോൾ വിശ്വേട്ടൻ അങ്ങനെ ചെയ്തതല്ലെന്ന് ആര് കണ്ടു? പൈസയല്ലേ, ഒന്നിൻ്റെ രണ്ടും അല്ല 10 ലക്ഷം രൂപയൊക്കെ കൈ കിട്ടിയാൽ പിന്നെ ആർക്കെങ്കിലും പുളിക്കോ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, ദേ നന്ദിനി, നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യം പറഞ്ഞതിൻ്റെ കർണം അടിച്ച് ഞാൻ പൊട്ടിക്കും. അപ്പോഴേക്കും ശ്രീജ വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛാ എന്താ ശരിക്കും സംഭവിച്ചേ? എന്താന്നൊക്കെ ചോദിക്കുക. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. വിശ്വ എന്തോ പണമൊക്കെ ബാങ്കിൽ അടയ്ക്കാൻ കൊണ്ടുപോയ പണം അത് വിശ്വ എടുത്തെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ എത്ര സത്യാവസ്ഥയുണ്ട്, എത്ര കള്ളത്തരം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവനെ കണ്ടാൽ മാത്രം അറിയത്തുള്ളൂ കാര്യങ്ങളൊക്കെ. എല്ലാം കേട്ട് ഞാൻ എല്ലാവർക്കും ഭയങ്കര സങ്കടം. ആ സമയത്ത് വേദ പറഞ്ഞു, വിശ്വേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ഒരാളല്ല. വിശ്വേട്ടൻ അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. എനിക്കറിയാവുന്ന വിശ്വേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല. കമല പറഞ്ഞു, എൻ്റെ മോൻ ഒരിക്കലും കക്കില്ല. അവന് ജോലിയും കൂലിയും ഇല്ലാതെ ഇവിടെ ഇത്രയും കാലം വരുന്നു. ഇന്ന് വരെ ആരുടെ 1 രൂപ പോലും അവൻ എടുത്തിട്ടില്ല. എന്തേലും വേണമെങ്കിൽ അവൻ ചോദിച്ചിട്ടുള്ളൂ. അത് മാഷിന് നന്നായിട്ടറിയാം. വിശ്വ ഇന്ന് വരെ അങ്ങനെ ഒരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല. അതിപ്പം വിക്രം ആണെങ്കിൽ ശരി, ആരുടെ മോഷ്ടിച്ചു അങ്ങനൊരു പേരൊന്നും കേൾപ്പിച്ചിട്ടുമില്ല. ആ സമയം മാഷി വിനായകനോട് ചോദിച്ചു, അല്ല വിനായക, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീയല്ലേ ഈ ജോലി പോയി വാങ്ങിച്ചു കൊടുത്തേ? ഇനിയിപ്പോൾ ആ കമ്പനി ഉള്ള ആരെങ്കിലും ആണോ ഇത് അടിച്ചു മാറ്റിയത്? എന്നിട്ട് അത് വിശ്വത്തിന് തലയിൽ കെട്ടിവെച്ചാണോ? നീ ജോലി വാങ്ങിച്ചു കൊടുത്ത കമ്പനി നല്ല കമ്പനിയൊക്കെ അല്ലായിരുന്നോ? അതെ അച്ഛാ, ആ കമ്പനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അല്ല, ആ കമ്പനിയുടെ ഓണർ ആരാ? ഞാൻ അയാളെ ഒന്ന് പോയി കാണാം, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. നിനക്കറിയാലോ, നീ അല്ല ഈ ജോലിയുടെ കാര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, അത് പിന്നെ അച്ഛാ, നേരത്തെ ഒരു സേട്ടായിരുന്നു. ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയണം. മാഷ് എന്താണെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. വിശ്വത്തെ പോയി കാണണമല്ലോ, സംഭവങ്ങളൊക്കെ അറിയണമല്ലോ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീജയുടെ അടുത്ത് എന്ന് വേദ സമാധാനിപ്പിച്ചു. ശ്രീജയുടെ അടുത്ത് ഇങ്ങനെ ഇത്ര ടെൻഷനായാലോ? വിശ്വേട്ടൻ ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല. ആ തെറ്റ് ചെയ്യാത്ത വിശ്വേട്ടനെ ഞാൻ ഇറക്കിക്കൊണ്ട് വരും, നമ്മൾ ഇറക്കിക്കൊണ്ട് വരും. ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം ആ കമ്പനി ആരുടെ പേരില്ല എന്നൊക്കെ അറിയണം. ഒരുപക്ഷെ ആ കമ്പനിയുടെ മാനേജറെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് കാര്യത്തിന് സത്യാവസ്ഥയൊക്കെ അറിയാനായിട്ട് സാധിച്ചിരിക്കും. പിന്നീട് വേദ എന്ത് ചെയ്യുകയാണ്, ആ കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയാണ്. ആരാ എന്താ ഏതാ കമ്പനി നടത്തിക്കുന്നത് ഇങ്ങനെയൊക്കെ അറിയണമല്ലോ. ഒരുപക്ഷെ ഇത് കള്ളപ്പരാതിയാണോ എന്ന് പോലും അറിയത്തില്ല. ആരെങ്കിലും കൊടുക്കാൻ മനഃപൂർവ്വം ചെയ്താണോന്ന്, വാസവന്റെ ആൾക്കാർ ചെയ്താണോന്ന്. കാരണം ഇപ്പോൾ വാസവനാണല്ലോ പ്രധാനമായിട്ടും ശത്രുവായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ കുടുംബത്തിലുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ട് വിക്രം കിടക്കുന്ന മുറുക്കി തീയിട്ടു. അതുപോലെ തന്നെ വിശ്വത്തിനിട്ട് പണി കൊടുക്കാൻ ചെയ്താണോന്നും അറിയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തണമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് വേദ ചെയ്യുന്നത്. അങ്ങനെ അന്വേഷിച്ച് കഴിയുമ്പോഴാണ് വേദ അറിയുന്നത് തൻ്റെ ചേട്ടൻ്റെ പേരിലുള്ള കമ്പനി അതെന്ന്. അതറിഞ്ഞപ്പോൾ വേദ ഒന്നും ഞെട്ടി. ശ്രീകാന്തൻ്റെ പേരിലുള്ള കമ്പനിയാണോ? അങ്ങനെയാണെങ്കിൽ ശ്രീകാന്തൻ്റെ പണ്ടുമായിട്ട് വൈരാഗ്യമുണ്ട് കുടുംബത്തോട്, വിക്രത്തോടും എല്ലാവരും വൈരാഗ്യമുണ്ട്. അങ്ങനെയാണ് മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചാണോ? ഇതിനു മുമ്പാണെങ്കിൽ നന്ദിനിയടുത്ത് കൂട്ടുപിടിച്ച് വർഷേച്ചി ശ്രീകാന്തേട്ടൻ വലിയൊരു നാടകം കളിച്ച അവിടുന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് വിക്രം പോയെന്ന് വരുത്തി തീർക്കാനായിട്ട് സ്വർണ്ണം ഒളിപ്പിച്ചു വെക്കുകയൊക്കെ ചെയ്താ. ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നാടകമാണോ ഇതെന്ന് പോലും പറയാൻ പറ്റില്ല. വേദയ്ക്ക് അങ്ങനെ ചില സംശയങ്ങളുണ്ടായി. അപ്പോഴേക്കും ശ്രീജ വന്നിട്ട് ചോദിച്ചു, അല്ല അന്വേഷിച്ചോ വേദ, കമ്പനി ആരുടെയാ എന്താ ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം വേദ ആ കാര്യങ്ങൾ പറയണം. കമ്പനി എൻ്റെ ചേട്ടൻ്റെ പേരിലുള്ള കമ്പനിയാണ്. ആര്? വേദയുടെ ചേട്ടൻ്റെ പേരോ? ശ്രീകാന്തിൻ്റെ പേരിലുള്ളോ? ശ്രീജയ്ക്ക് നല്ല ടെൻഷനായി. കാരണം ശ്രീജയ്ക്ക് അറിയാം അവരെത്ര ക്രൂരരാന്നുള്ള കാര്യമൊക്കെ. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും വിക്രത്തെ കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ള അത് നന്നായിട്ടറിയാം. ഒരുപക്ഷെ അത് ഒരു ചതിയാണോ എന്ന് പോലും സംശയിച്ചു. ശ്രീജ പറഞ്ഞു, അങ്ങനെയാണ് വേദ, എനിക്കൊരു കാര്യം ഉറപ്പാ, ഇത് വേദയുടെ ചേട്ടനും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയാ. ഇത് എൻ്റെ വിശ്വേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദയ്ക്കും ടെൻഷനായി. ആ സമയം ശ്രീജ ഒട്ടും മടിച്ചില്ല. ശ്രീജ അകത്ത് പോയി ഫോൺ എടുത്തുകൊണ്ട് വന്ന് വിക്രത്തെ വിളിക്കുകയാണ്. വിക്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു, വിക്രം എടാ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരണം. അല്ല കാരണം എന്താ? അത് വിശ്വേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പോലീസ് അറസ്റ്റ് ചെയ്യോ? എന്തിന്? അത് പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അത് കമ്പനിയിൽ എന്തോ പണം നഷ്ടപ്പെട്ടു പോലും. അത് വിശ്വേട്ടനെ എടുത്തേന്ന്. കമ്പനിയെന്നോ?
അതെ, ഇപ്പോഴാണ് അറിയുന്നേ ആ കമ്പനി വേദയുടെ ചേട്ടൻ്റെ പേരിലുള്ള കമ്പനിയാണ്. അങ്ങനെയാണ് ഇതൊരു ചതിയാണെന്ന് എനിക്ക് തോന്നേ. അപ്പോഴേക്കും വിക്രത്തിനും കാര്യങ്ങൾ മനസ്സിലായി. വിക്രത്തിന് നന്നായിട്ട് അറിയാലോ ശ്രീകാന്തിനെ. വിക്രം പറഞ്ഞ് ശ്രീജേടത്തി വിഷമിക്കേണ്ട, ഞാൻ ഇപ്പം തന്നെ വീട്ടിലേക്ക് വരാം. അതും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ശ്രീജ വല്ലാതിരിക്കുക. ശ്രീജയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കമല അവരൊക്കെ അടുക്കെ തന്നെയുണ്ട്. അപ്പോഴേക്കും വിക്രം വന്നിട്ട് എന്താ ശരിക്കും സംഭവിച്ചേ? പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്നു, അച്ഛൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്നും പറഞ്ഞു. ശ്രീജ പറഞ്ഞു എന്തേലും ചെയ്തേ മതിയാകുള്ളൂ, എന്തേലും ചെയ്യണം വിക്രം. വിക്രം പറഞ്ഞു എന്തേലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പം കമ്പനി ഇപ്പം വേദയുടെ ചേട്ടൻ്റെ പേരിലല്ലേ. മിക്കവാറും എല്ലാവരും കൂടെ അറിഞ്ഞിട്ടുള്ളൊരു പരിപാടിയായിരിക്കും ഇത്. മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചായിരിക്കും വിശ്വേട്ടനെ. ആ സമയം വേദ പറഞ്ഞു അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. എൻ്റെ ചേട്ടൻ ഇതിൻ്റെ പിന്നിൽ എന്തേലും ഇതുണ്ടെങ്കിൽ കൈയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് തെളിയിച്ചോളാം. ഞാൻ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്കറിയാതെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. എൻ്റെ ചേട്ടൻ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ വിശ്വേട്ടനെ ഞാൻ പുറത്തിറക്കിക്കോളാം. ആ സമയത്ത് വിക്രം പറഞ്ഞു നിന്റെ ചേട്ടൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ശ്രീചേട്ടത്തി ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോയിട്ട് വരാം. അതും പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോയി. ആ സമയത്തെല്ലാം വിശ്വം വല്ലാത്ത ടെൻഷൻ ഇരിക്കുക. വിശ്വത്തെ ഇടയ്ക്കിടയ്ക്ക് വന്ന് SI സാബു ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞോണം, നീ പണം എവിടെയാണ് വെച്ചിരിക്കണമെന്ന്. എടാ നിനക്ക് പണത്തിന് അത്യാവശ്യം ഉണ്ടായിരുന്നു, നീ ആ പണം അടിച്ചു മാറ്റിയതല്ലേടാ. ഞാൻ എടുത്തിട്ടില്ല സാറേ എന്നൊക്കെ കൈകൂപ്പി അപേക്ഷിച്ച് പറഞ്ഞു. SI സാബുവിനും അറിയാം അവൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ അവൻ്റെ തലയിൽ വിശ്വത്തിന് തലേ മനഃപൂർവ്വം ആ കേസ് കെട്ടിവെക്കാൻ ശ്രമിക്കുക, മാഷിൻ്റെ കുടുംബത്തെ തറക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് വന്ന് SI സാബുവിനെ കണ്ടു. സാബുവിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സാബു പറഞ്ഞു മാഷ് എന്താളും വളർത്തിവിട്ട മക്കളെല്ലാം കൊള്ളാം. ഒരുത്തൻ ഗുണ്ട, ഒരുത്തനാണ്ട് ഇപ്പം കള്ളനുമായിട്ടുണ്ട്. ഒന്നും രണ്ടും അല്ല, ലക്ഷങ്ങളാ. 10 ലക്ഷം രൂപ. ആ ശ്രീകാന്ത് സാറ് പരാതി തന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപ തരാതെ മോനെ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല മാഷേ. 10 ലക്ഷം ഉണ്ട് ഇവിടെ വെച്ചിട്ട് മോനെയും കൊണ്ട് പോയിക്കോ, അല്ലെങ്കിൽ ഇയാളെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും, നേരെ റിമാൻഡ് ചെയ്യും. അപ്പോഴേക്കും മാഷ് പറഞ്ഞു എനിക്ക് അവനെ ഒന്ന് കാണണം. അവനങ്ങനെ ഒരിക്കലും ചെയ്യുന്നവനല്ല, ആരുടെയും പൈസ അവൻ മോഷ്ടിക്കില്ല. അതൊക്കെ എല്ലാ അച്ഛന്മാരും പറയണതാ. ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പൈസ പോയതൊക്കെ എൻ്റെ വിഷമം അറിയത്തുള്ളൂ. പൈസ ഉണ്ടാക്കി കൊടുത്തോണം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. മാഷ് ഒടുവിൽ വിശ്വത്തെ കാണാനായിട്ട് ചെന്നു. വിശ്വത്തെ കാണാൻ ചെന്നപ്പോൾ വിശ്വമുള്ള സത്യാവസ്ഥയൊക്കെ പറയാണ്, നടന്ന എന്താന്നൊക്കെ. ആ സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് വന്നു. വിക്രം അങ്ങനെ SIയുടെ അനുമതിയോട് കൂടിയിട്ട് വിശ്വത്തെ കാണാൻ ചെന്നു. ആ സമയത്താണ് വിശ്വം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പണം എണ്ണി തന്നു, ഞാൻ കണ്ടതുമാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഞാനാ പോയി ബാഗൊക്കെ തുറന്നു കൊടുത്തത്. പക്ഷെ ആ സമയത്ത് അറിഞ്ഞത് അതിനകത്ത് നോട്ടുകെട്ടുകൾക്ക് പകരം പേപ്പർ കീറി നോട്ടുകെട്ടാക്കി വെച്ചിരുന്നതാന്ന്. ഈ സമയം വിക്രം ചോദിച്ചു അല്ല അതിനു മുമ്പൊന്നും വിശ്വേട്ടന് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു? ഇല്ലായിരുന്നു, ഞാൻ ബാഗ് കയ്യിൽ നിന്ന് വെച്ചിട്ട് പോലില്ല. പിന്നെ അവിടെ ചെന്നിറങ്ങി, ബാങ്കിൻ്റെ അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പുള്ളിക്കാരനെ തല ഇറങ്ങി. ആ സമയത്ത് മാത്രം ഞാൻ ബാഗ് താഴെ വെച്ചുള്ളൂ. അപ്പോഴേക്കും വിക്രത്തിന് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിച്ചു. അപ്പോഴേ വിക്രത്തിന് മനസ്സിലായി ഇതൊരു ട്രാപ്പാണ്. ഒരു പക്ഷേ ആ സമയത്ത് ബാഗ് മാറിയിട്ടുണ്ടായിരിക്കാം. ബാഗ് നിലത്ത് വെച്ച സമയത്ത് അത് വിശ്വേട്ടൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. വിശ്വേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. മാഷ് പറഞ്ഞു എന്നാലും നീ എടുത്തിട്ടില്ലോ അല്ലേ? ഇല്ല അച്ഛാ, ഞാൻ സത്യമാണ് പറയണേ. അച്ഛൻ്റെ മോൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എടാ നീ എടുക്കില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പക്ഷേ ഇനി ഈ ഒരു പേരും കൂടെ എനിക്ക് കിട്ടാനുണ്ടായിരുന്നുള്ളൂ, കള്ളൻ്റെ അച്ഛനെന്നുള്ള. ഇപ്പം അതും പൂർത്തിയായി, നാട്ടുകാരൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. അച്ഛൻ എന്നെ വിശ്വസിക്കുക അച്ഛാ. ഞാൻ സത്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ജോലിക്ക് വന്നേ. ഈ ശ്രീകാന്തിൻ്റെ കമ്പനിയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അയാളുടെ കമ്പനിയാണെന്ന്. ഒരു സേട്ടിൻ്റെ കമ്പനിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നത്. ഈ ഇടയാണ് ശ്രീകാന്ത് വേദയുടെ ചേട്ടൻ ഈ കമ്പനി വാങ്ങിയത് പോലും. ഇതറിഞ്ഞപ്പോൾ ഞാൻ മാനേജറോട് പറഞ്ഞാൽ ഞാനിവിടെ തുടരുന്നില്ല, ചിലപ്പോൾ എനിക്ക് പണി തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇങ്ങനൊരു പണി ഇത്രയും പെട്ടെന്ന് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല അച്ഛാന്നൊക്കെ പറഞ്ഞു. വിക്രം പറഞ്ഞു വിശ്വേട്ടൻ പേടിക്കണ്ട, വിശ്വേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പല്ലേ, പിന്നെ എന്തിനാ പേടിക്കണേ, ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങൾ വിശ്വേട്ടനെ പുറത്തിറക്കും എന്നും പറഞ്ഞ് വിശ്വത്തിന് ഉറപ്പ് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണേ. ആ സമയം വേദ രണ്ടും കൽപ്പിച്ച് വിശ്വത്തെ പുറത്തിറങ്ങാനായിട്ട് തീരുമാനിച്ചു. പുറത്തിറക്കാൻ അങ്ങനെ ദർശനെ പോയി കാണുവാണ്. ദർശനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ്, എന്താ വേണ്ടതെന്ന്. കാരണം വേദ കോടതി പ്രാക്ടീസിന് കയറിയായിരുന്നു, ഇനിയിപ്പോൾ വേദയ്ക്ക് വാദിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ദർശനെ പോയി കണ്ടു. ദർശനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ദർശനാണ് ബാക്കി വേണ്ടുന്ന ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്ത് ചെയ്യുന്നത്, എന്താ ചെയ്യേണ്ടേ, ഏതാ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇനി ആരെയും തലയെ മുറുക്കി വേദ പോരാട്ടത്തിന് ഇറങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ജയം വേദയുടെ പക്ഷത്തായിരിക്കും, വിശ്വത്തെ പുറത്തിറക്കുക തന്നെ ചെയ്യും.
അപ്പം ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ കള്ളത്തരങ്ങളും വേദം പൊളിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.